ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യെ കലി കലി അക്കേലി എന്ന സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെള്ളത്തിൽ വീണ് ബോധം നഷ്ടപ്പെട്ട നായകനെ കരയിലേക്ക് കയറ്റുന്ന ഗോൾഡനെയാണ് കാണിക്കുന്നത്. ഗോൾഡൻ നായകന് വേണ്ട CPR എല്ലാം കൊടുത്തുകൊണ്ട് നായകനെ ബോധത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയം അവിടേക്ക് വന്ന CMന്റെ മകൻ നായകനെ അയാളുടെ കാറിൽ കയറ്റിക്കൊണ്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഗോൾഡൻ ഇവരെ ഫോളോ ചെയ്തു വരുന്നത് കണ്ട ആ വ്യക്തി അതിഷ്ടപ്പെടാതെ ഗോൾഡനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഓടിക്കുന്നു. അവൻ നായകനോട് നീ ഇമോഷണലി ഭയങ്കര വീക്കാണെന്നും അതുകൊണ്ടാണ് ഒരു പെണ്ണിന് വേണ്ടി ഇതുപോലെയെല്ലാം കാണിക്കുന്നതെന്നും നീ മര്യാദയ്ക്ക് പൂർവ്വയെ കല്യാണം കഴിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കാനെല്ലാം അവനോട് പറയുന്നു. CMന്റെ വീട്ടിലെത്തിയതും അയാളുടെ മകൻ നായകനെ ഒരു കല്യാണ പയ്യന്റെ പോലെ ഡ്രസ്സെല്ലാം ഇടിച്ചുകൊണ്ട് നേരെ CMന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. CM നായകനോട് നീ വെറുതെ മീഡിയയ്ക്ക് ന്യൂസ് ഉണ്ടാക്കാനായി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ട അഡ്വൈസുകളെല്ലാം കൊടുക്കുന്നു. ഇതേ സമയം പൂർവ്വ ആ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പുറത്തേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പൂർവ്വ നായകനോട് ന്യൂസിൽ കാണിക്കുന്ന ആ പെൺകുട്ടിയും നായകനും തമ്മിൽ എന്താണ് ബന്ധം എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. നായകന് സത്യം പറയാൻ വേണ്ടി പേടിയുള്ളത് കൊണ്ട് അവൻ അത് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ചോദ്യമെല്ലാം ഒഴിവാക്കി വിടുന്നു. എന്നാൽ പൂർവ്വയുടെ സംശയം അവളെ കൊണ്ടും നിൽക്കാത്തത് കൊണ്ട് അവൾ നായകന്റെ അച്ഛനെ കൂടി ആ റൂമിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം നായകന് ഈ കല്യാണത്തിൽ എതിർപ്പുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. നായകന് സത്യം വിളിച്ചു പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ CM തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കും എന്ന് പേടിയുള്ളത് കൊണ്ട് തനിക്ക് പൂർവ്വയെ മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹമുള്ളൂ എന്ന് അവരോടെല്ലാമായി തുറന്നു പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് ഒരു നദിയുടെ തീരത്തിരുന്ന് ഗോൾഡനുമൊത്ത് ആ മിനിസ്റ്റർക്ക് പണി കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഗോൾഡൻ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പൂർവ്വയും കല്യാണം കഴിച്ചുകൊണ്ട് സന്തോഷമായി ജീവിച്ചൂടെ എന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ നായകൻ തന്റെ CK ഇല്ലാതാക്കിയ അവരെ എല്ലാവരെയും താൻ എന്തായാലും കൊന്നുകളയുമെന്ന് ഗോൾഡനോട് തറപ്പിച്ച് പറയുന്നു. കുറച്ചു നേരം ചിന്തിച്ചിരുന്ന നായകന് പൂർവ്വയെ കൊന്ന് അതൊരു ആക്സിഡന്റായി തീർക്കുകയാണെങ്കിൽ തനിക്ക് ഈ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവൻ പൂർവ്വയുടെ ചേട്ടൻ കാണാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെല്ലാം അടിച്ചു മാറ്റിയ ശേഷം പൂർവ്വയെ വിളിച്ചുകൊണ്ട് നേരെ ആ ഡാമിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. മുകളിൽ വെച്ച് നായകൻ ഗൺ പുറത്തേക്ക് എടുത്തതും പൂർവ്വ അതെല്ലാം കാണാൻ വേണ്ടി ഇടയാവുന്നു. അവൾ നായകന്റെ കയ്യിൽ നിന്നും ആ ഗണ്ണെല്ലാം മേടിച്ച ശേഷം അത് നേരെ അവളുടെ കഴുത്തിന് എയിം ചെയ്യുന്നു. ഈ സമയം നായകൻ പൂർവ്വ കൗണ്ട് ഡൗൺ എല്ലാം ചെയ്യുന്നത് കണ്ട് പേടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഗണ്ണെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. നായകന്റെ ഈ പ്രവൃത്തി കണ്ടതും പൂർവ്വയ്ക്ക് നായകന് തന്നോട് യഥാർത്ഥ പ്രണയമാണെന്ന് തോന്നുന്നു. അവിടെ കച്ചിത് നായകന്റെയും പൂർവ്വയുടെയും കല്യാണമാണ് കാണിക്കുന്നത്. മിനിസ്റ്ററിന്റെ മകളായതുകൊണ്ട് തന്നെ VIPs എല്ലാം വന്നുകൊണ്ട് മിനിസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് ഒരു ഗംഭീര ഫംഗ്ഷൻ തന്നെ നടക്കുന്നു. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതും CMന്റെ ആൾക്കാരെല്ലാം കൂടി നായകനെയും പൂർവ്വയെയും അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അവരെ നേരെ മണിയറയിലേക്ക് ആക്കുന്നു. റൂമിലെത്തിയത് നായകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു നൈഫ് എല്ലാം എടുത്ത് നോക്കിക്കൊണ്ട് അത് വെച്ച് പൂർവ്വയെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ പെട്ടെന്ന് പുറകിലത്തെ ബാത്റൂമിന്റെ ഡോറെല്ലാം തുറന്നുകൊണ്ട് പൂർവ്വ നായകനോട് അവളുടെ ഡ്രസ്സ് അഴിക്കാൻ സഹായിക്കാൻ വേണ്ടി പറയുന്നു. നായകന് തീരെ താല്പര്യമില്ലെങ്കിലും പൂർവ്വയെ ഉടക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ഒരക്ഷരം പോലും തെറ്റാതെ അതേപോലെ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഇതേ സമയം CMന്റെ മകൻ നായകനെ കോൾ ചെയ്തുകൊണ്ട് നേരെ CMന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. CM നായകന് അവരുടെ ഫാമിലിയായി പകർന്നു വരുന്ന ഒരു ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു റൈഫിലെല്ലാം നായകന് കൊടുക്കുന്നു. നായകൻ റൈഫിലുമായി നേരെ വാഷ്റൂമിലേക്ക് കയറിപ്പോയ ശേഷം ആ റൈഫിലിനെ പറ്റി മര്യാദയ്ക്ക് പഠിച്ച ശേഷം അതെല്ലാം ലോഡ് ചെയ്തുകൊണ്ട് പൂർവ്വ ബെഡിലുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ ഡോറെല്ലാം തുറന്നുകൊണ്ട് ബെഡിന് നേരെ എയിം ചെയ്യുന്നു. എന്നാൽ ആ സമയം പൂർവ്വ ബെഡിലില്ലാത്തത് കണ്ട് നായകൻ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നു. ഇതേ സമയം ഗോൾഡൻ നായകനെ കോൾ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റായി വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കാര്യം എന്താണെന്ന് വ്യക്തമായി പറയാത്തത് കൊണ്ട് നായകൻ തിരക്കിട്ടുകൊണ്ട് നേരെ ഗോൾഡന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലെത്തിയതും ഷീക്ക റൂമിൽ കിടന്നുറങ്ങുന്നത് കണ്ട് നായകന് വളരെയധികം സന്തോഷമാവുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.